ക്ഷേത്രകലയായ സോപാന സംഗീതത്തെ കൂടുതൽ ജനകീയമാക്കിയ ഒരു കലാകാരിയെ ഇനി പരിചയപ്പെടാം. സോപാന വാനമ്പാടി എന്നറിയപ്പെടുന്ന ആശാ സുരേഷ് ഇന്ന് ക്ഷേത്രവേദികളിലെ സജീവ സാന്നിധ്യമാണ്. ജരളത്ത് രാമപൊതുവാൾ പുരസ്കാരം ഉൾപ്പെടെയുള്ള നേട്ടങ്ങളും ഈ കലാകാരിയെ തേടിയെത്തിയിട്ടുണ്ട്. നടയടയ്ക്കുന്ന നേരം ഭക്തനും മൂർത്തിയും തമ്മിലുള്ള ബന്ധം മുറിയാതിരിക്കാൻ ഈശ്വര സങ്കല്പങ്ങളെ വർണ്ണിച്ച് ഇടയ്ക്കയുടെ താളത്തിൽ ചൊല്ലുന്ന കീർത്തനങ്ങളാണ് സോപാന സംഗീതം. ഈ കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കി മാറ്റിയത് ആശാ സുരേഷ് എന്ന കലാകാരിയാണെന്ന് പറയാം. കോവിഡ് കാലഘട്ടത്തിൽ സമൂഹ മാധ്യമ ലൈവുകളിലൂടെ പാടിത്തുടങ്ങിയ ആശ പിന്നീട് ക്ഷേത്രവേദികളിലെ നിറസാന്നിധ്യമായി. കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ. ഇതിനോടകം 300-ലധികം വേദികളിൽ ഈ കലാകാരി സോപാന സംഗീതം അവതരിപ്പിച്ചു. ചെറുപ്പത്തിൽ ഇടയ്ക്കയോട് തോന്നിയ കൗതുകം സോപാന വാനമ്പാടി എന്ന പേരിലേക്ക് പിൽക്കാലത്ത് ആശയെ എത്തിച്ചു. ഇങ്ങനൊരു സോപാന സംഗീത കലാകാരി ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതല്ല. പക്ഷേ ചെറുപ്പം തൊട്ടിങ്ങനെ ഇടയ്ക്ക കണ്ട്, അല്ലെങ്കിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ ഇടയ്ക്ക കൊട്ടി കണ്ട് ശീലമായപ്പോൾ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയുള്ള വാദ്യമാണല്ലോ ഇടയ്ക്ക. അങ്ങനെ അത് കണ്ട് ഇഷ്ടമായി ചെറുപ്പത്തിലേ അങ്ങനെ പഠിച്ചതാണ്. ഇടയ്ക്കാണ് പഠിച്ചത്. പിന്നെ കൂടൽമാണിക്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് പാടുമെന്നേ ഉള്ളൂ. കോവിഡിന് ശേഷമാണ് ശരിക്കും ഇങ്ങനൊരു പോപ്പുലാരിറ്റി ഒക്കെ വന്നത്. പിന്നെ ഇങ്ങനെ പാടി ഇത്രയായി, ഇവിടെ വരെ എത്തി നിൽക്കണു. പൊതുവെ സ്ത്രീ സജീവത്വം കുറവായ സോപാന സംഗീതത്തിൽ ആശയുടെ സാന്നിധ്യം കൂടുതൽ പേർക്ക് പ്രചോദനമായി. നിരവധി കലാകാരികൾ ഇപ്പോൾ സോപാന സംഗീത മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു സ്റ്റേജ് പ്രോഗ്രാമായി സോപാന സംഗീതം മാറി. അതത് വളർന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പണ്ടത്തേക്കാൾ കൂടുതൽ അംഗീകാരം ഈ കലയ്ക്ക് ലഭിച്ചു തുടങ്ങി. അപ്പോൾ ധാരാളം ആളുകൾ ഇതിലേക്ക് വന്നു. അതിലും ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം, അഭിമാനം ഒക്കെയാണ്. ഞെരളത്ത് രാമപൊതുവാൾ പുരസ്കാരം ഉൾപ്പെടെ കൈനിറയ നേട്ടങ്ങളും ഈ കലാകാരിയെ തേടിയെത്തി. പരമ്പരാഗത കലകളുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി കൂടിയാണ് ആശ. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശിനിയായ ആശയുടെ യാത്ര സോപാന സംഗീതം എന്ന കലാരൂപത്തിന്റെ വളർച്ച കൂടിയായി പറയാം. ന്യൂസ് മലയാളം, കോട്ടയം.